പോസിറ്റീവ് ലൈഫ് തന്നെയായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വീട്. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അട്രാക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടം. ലോ ഓഫ് അട്രാക്ഷൻ മാത്രം അറിഞ്ഞാൽ പോരാ. ലോ ഓഫ് വൈബ്താവിന് ഒരു ഫ്രീക്വൻസി ആയിരിക്കും, എന്നാൽ ഭാര്യയ്ക്കും ഒരു പോസിറ്റീവ് വൈബാണ് വരുന്നതെന്ന്. എനിക്കെന്നാ ഞാൻ സൂപ്പർ ആയിരിക്കുന്നു. തിരിച്ചടികളും പല ഡീമോട്ടിവേഷനും വരും. നമ്മുടെ നാട്ടുകാരും റിലേഷനും ഒക്കെ അതിന്റെ ഒരു മെയിൻ ഭാഗമാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ തളർത്തുക. നമ്മൾ സക്സസ് ആവുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നതും മറ്റുള്ളവരിൽ നിന്ന് നമ്മിലേക്ക് പകരുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും, എന്താ കൊറോണ ആണോ എന്നാണ്. അല്ല, ഇതിൽ ഗുഡും വരും ബാഡും വരും. അതെന്താന്ന് വെച്ചാൽ അതാണ് വൈബ്രേഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ലൈഫ് തന്നെയായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലൊരു സംശയമില്ല. എന്നാൽ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ അട്രാക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടമാണ്, അത് പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യാൻ വെറും ലോ ഓഫ് അട്രാക്ഷൻ മാത്രം അറിഞ്ഞാൽ പോരാ. ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ലോ ഓഫ് വൈബ്രേഷൻ? ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എല്ലാം എനർജി തന്നെയാണ്. നമ്മൾ പഠിക്കുന്ന ബുക്ക്, ഈ മരങ്ങൾ, എല്ലാറ്റിലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വൈബ്രേഷൻ ഉണ്ട്. എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ ഒരു ഹോം തിയേറ്റർ വെച്ച് നമ്മൾ പാട്ടിടുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മുടെ ഈ ജനൽ കമ്പികളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമ്മൾ എന്ത് വിചാരിക്കും, നമ്മൾ വളരെ ഉറക്കെ പാട്ട് വെച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് വൈബ്രേറ്റ് ആകുന്നത്. എന്നാൽ അതിനും ഒരു പർട്ടിക്കുലർ വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ തോട്ട്സിൽ, നമ്മുടെ സംസാരത്തിൽ എല്ലാറ്റിനും ഒരു വൈബ്രേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പോലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ സംസാരത്തെ വരെ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാറ്റിലും ഒരേ ഫ്രീക്വൻസി ആയിരിക്കില്ല. ഇപ്പോൾ ഭർത്താവിന് ഒരു ഫ്രീക്വൻസി ആയിരിക്കും, എന്നാൽ ഭാര്യയ്ക്ക് മറ്റൊരു ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ചിലർ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫ്രീക്വൻസി ആയിരിക്കുന്നതുകൊണ്ടാണ് വികർഷിക്കുന്നത്. പലർക്കും പല പ്രോബ്ലംസും വരുന്നത് എന്തുകൊണ്ടാണ്? ഈ രണ്ട് ഫ്രീക്വൻസി ആയതുകൊണ്ടാണ്. എന്നാൽ ചിലർക്ക് ഒരേ ഫ്രീക്വൻസി ആകുമ്പോഴാണ് അവരുടെ ലൈഫ് വന്ന് നല്ല ഒരു ലവബിൾ കപ്പിളൊക്കെ ആയിരിക്കുന്നത്. അവരുടെ ലൈഫ് നല്ല സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും വൈബ്രേഷൻസ് വന്ന് ഒരേ ഫ്രീക്വൻസിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ചിലർ അങ്ങനെ തന്നെ ഇരിക്കുന്നവരുമുണ്ട്. എന്നാൽ ചിലർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അങ്ങനെ നടിക്കുന്നവരുമുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത വിഷയം. എന്നാൽ ഈ ഫ്രീക്വൻസി അങ്ങനെയാണ്, എല്ലാവർക്കും ഒരേപോലെ അല്ല. അതുപോലെ പോസിറ്റീവ് ചിന്തകൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ട്, നെഗറ്റീവ് ചിന്തകൾക്ക് നെഗറ്റീവ് വൈബ്രേഷൻസും ഉണ്ട്. അടിക്കടി ചിലർക്ക് രോഗം വരുന്നത് നമുക്ക് മനസ്സിലാവും. അതെന്താന്ന് വെച്ചാൽ അവരുടെ ബോഡി വൈബ്രേഷൻ ബാലൻസ്ഡ് ആകാതെ, അത് ഒരു മെയിൻറ്റെയിൻ ആയി പോകാത്തത് കൊണ്ടാണ് അവർക്ക് അടിക്കടി ഇങ്ങനെ രോഗം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇവിടെ നല്ല ഒരു പോസിറ്റീവ് വൈബാണ് വരുന്നതെന്ന്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവിടെ അവരുടെ പ്രവൃത്തിയും ചിന്തകളും അവരുടെ ആ ഒരു ജീവിത രീതിയും ഒക്കെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ടാണ് അവരിൽ നിന്നും അവിടെ നിന്നൊക്കെ ഒരു പോസിറ്റീവ് വൈബ് വരുന്നത്. എന്നാൽ ചിലയിടത്ത് പോകുമ്പോഴും ചിലരോട് നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴും അവരുടെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻസ് ആയിരിക്കും വരുന്നത്. കാരണം ഈ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, കുറ്റം പറയുക, അസൂയ, പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് തന്നെ ഫീൽ ആവും. സോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മുടെ എനർജി ലെവൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ അവിടുത്തെ എല്ലാം കാണുമ്പോഴേ നമ്മുടെ എനർജി ലോ ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരു ഗാർഡനിലോ ഒരു നദിക്കരയിലോ അല്ലെങ്കിൽ ഈ പ്രകൃതി നല്ല ഒരു പച്ചയായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വൈബ്രേഷൻസ് തന്നെ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് വരും. കാരണം അവിടെ ആരും നെഗറ്റീവ്സ് പറയുന്നില്ല, നെഗറ്റീവ് തോട്ട്സ് ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് എവിടെയാണ് ഒരു പോസിറ്റീവ് വൈബ് വരുന്നതെന്നൊക്കെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. പിന്നെ ചിലരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ചോദിക്കാറില്ല, എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ പോകുന്നു ഇങ്ങനെ പറയും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു നെഗറ്റീവ്സ് ആണ്, അവർക്ക് എന്തോ പ്രോബ്ലം ആണെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ചിലരെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്നാ ഞാൻ സൂപ്പറായിരിക്കുന്നു എന്ന് പറയും. കാരണം അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരുടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ്. അപ്പോൾ ശരിക്കും അവർ ഇരിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് ക്രിയേറ്റ് ആവുകയും പിന്നെ നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ആവുകയും നമ്മുടെ ലൈഫിൽ അങ്ങനെ വരികയും ചെയ്യും. ഇനി ഈ വൈബ്രേഷൻസ് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. നമ്പർ 1, ഗ്രാറ്റിറ്റ്യൂഡ്.
ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ മെയിൻ ഒരു തൂണെന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. സോ നമ്മളെപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്? നമ്മളെപ്പോഴും ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്ത് ഇല്ല ഇരിക്കുക അതില്ല അതാണ് അങ്ങനെയാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത് അല്ലേ? സാധാരണ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണുള്ളത്? ഒരു 80% ഒരു 90% ഒക്കെ നമുക്ക് നല്ലതായിരിക്കും ഇരിക്കുന്നത്. ഒരു 10% ആയിരിക്കും ചിലപ്പം കുറവുകളും കുറ്റങ്ങളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ പോലും നമ്മൾ ആ ഒരു 10% മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ല ഇത് കുറവാണെങ്കിൽ പോലും നമുക്കുള്ളതിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങുമ്പോൾ നമ്മിലേക്ക് ധാരാളം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ വരാൻ തുടങ്ങും. കാരണം നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമുക്ക് നമ്മുടെ വൈബ്രേഷൻസ് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കും. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ പുറത്തേക്ക് വരിക, ഈ യൂണിവേഴ്സിനെയൊക്കെ ഒന്ന് നോക്കി അതിലൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ കിട്ടിയതെല്ലാത്തിനും താങ്ക്സ് പറയാം. എന്തൊക്കെയുണ്ട് നമുക്ക് താങ്ക്സ് പറയാം അല്ലേ? നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു താങ്ക്സ് ആണ് ഇല്ലേ? ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ അതിന് പറയാം, നമുക്ക് ഫുഡ് കിട്ടുന്നു, വെള്ളം കിട്ടുന്നു, വസ്ത്രമുണ്ട്, നമുക്ക് വീടുണ്ട്, നമുക്ക് ആവശ്യത്തിന് മണിയുണ്ട്. സോ ഇതിനൊക്കെ നമുക്ക് താങ്ക്സ് പറയാം. കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ താങ്ക്സ് പറയുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും നമ്മുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻസ് ഇൻക്രീസ് ആകുന്നത്. എന്നിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ആവാൻ തുടങ്ങും. സോ അങ്ങനെ നമുക്ക് വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. നമ്മൾ നല്ലതേ പറയൂ, നല്ലതേ ചിന്തിക്കൂ, നല്ലതേ പ്രവർത്തിക്കൂ എന്ന്. കാരണം നമ്മളെല്ലാവരും എന്താണ് മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളും അസൂയയും ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് നമ്മിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞ് പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് കാര്യങ്ങൾ വരാൻ തുടങ്ങും. പോസിറ്റീവ് അഫർമേഷൻസ് എങ്ങനെയാണ് പറയുന്നത്? പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെ ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതായി പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. ഇപ്പം നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ന ജോലി എനിക്ക് കിട്ടി, ഞാൻ വളരെ ഹാപ്പി ആയിരിക്കുന്നു, ഇങ്ങനെ പറയാം. പിന്നെ നിങ്ങൾ പീസ് ഓഫ് മൈൻഡ്, നിങ്ങൾക്ക് സമാധാനമാണ് വേണമെങ്കിൽ എൻ്റെ മനസ്സ് വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നു, ഞാൻ വളരെ ഹാപ്പിയാണ്, ഇങ്ങനെ പറയാം. ഇല്ല നിങ്ങൾക്കൊരു മാരേജാണ് വേണ്ടതെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു കുട്ടിയെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റി, ഇങ്ങനെ നിങ്ങൾക്ക് പറയാം. എന്ത് അഫർമേഷൻസ് പറഞ്ഞാലും അത് ഫീൽ ചെയ്ത് പറയുക. അത് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ വളരെ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത്, അധികം വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ വൈബ്രേഷൻ ഇൻക്രീസ് ആകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എനിക്ക് ഇങ്ങനത്തെ പോസിറ്റീവ് അഫർമേഷൻസ് പറയുമ്പോഴാണ്. ഇത് അടിക്കടി നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫീഡാവുകയും നമ്മൾ അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ വൈബ്രേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ ഈ അഫർമേഷൻസ് പറഞ്ഞ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. നമ്പർ 3, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും ഇതൊക്കെ വയസ്സാകുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ലേ, ഇതൊക്കെ ഈ ആത്മീയവാദികൾ ചെയ്യേണ്ടതല്ലേ, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഈ മെഡിറ്റേഷൻസിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും ഒരു ഹാപ്പിനെസ്സും സമാധാനവും അതുപോലെ നമ്മുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ വ്യക്തി എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ പെട്ടെന്ന് പറ്റിക്കപ്പെടില്ല. സോ ഇങ്ങനെയൊക്കെ ഒത്തിരി പറയാനാണെങ്കിൽ ഇനിയുണ്ട്. നമ്മുടെ ബ്രെയിൻ ഷാർപ്പാകും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മെഡിറ്റേഷൻസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ശാന്തമായ സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ അവിടെ പോയിരുന്നാൽ ഈ മെഡിറ്റേഷൻസിന് നിങ്ങൾ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ഡെയിലി 24 അവേഴ്സിൽ ഒരു 10 മിനിറ്റ്സ് നിങ്ങൾ ചിലവാക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം തന്നെ വളരെ വലുതായിരിക്കും. ഇതിലൂടെ നമ്മുടെ വൈബ്രേഷൻസും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങളൊരു ശാന്തമായ സ്ഥലത്ത് പോയിരുന്ന് ഒരു 5 ടൈംസ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ തൊണ്ടയുടെ ഭാഗത്തായി നിങ്ങളുടെ ശ്വാസം പോകുന്നതും വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. കുറച്ച് നേരം ഇരിക്കുമ്പോഴേ നമ്മളൊരു കാൽഫ സ്റ്റേജിൽ പോകും, ഒരു കാമാവുകയും നമ്മുടെ മൈൻഡെല്ലാം അത്രയും റിലാക്സ് ആവുന്നതും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഡെയിലി ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇൻറ്റ്യൂഷൻ വഴി നമുക്ക് ആൻസർ കിട്ടിക്കൊണ്ടിരിക്കും. നമുക്കെതിരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്പർ 5, വിഷ്വലൈസേഷൻ ലോ ഓഫ് അട്രാക്ഷനിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ആ ഒരു സക്സസ്, നിങ്ങളിപ്പോൾ ഒരു ജോബാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് പോർഷൻ, അതായത് നിങ്ങളിപ്പോൾ ആ ജോബിലെത്തി അതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു ലോകം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിലെത്തിച്ചേരും. അതിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ ഇൻക്രീസ് ആവുന്നതാണ്, നിങ്ങൾ അതിലെത്തിച്ചേരുന്നതാണ്. നമ്പർ 6, ട്രസ്റ്റ്.
നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്കത് കിട്ടാൻ തുടങ്ങും. ഇപ്പോൾ എന്തൊരു കാര്യത്തിനായാലും അത്രയും വിശ്വാസം കൊടുത്ത് ഒരു ഗോള് സെറ്റ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് പോവുക, വിശ്വാസത്തോടെ പോവുക. ഇടയിൽ പല തിരിച്ചടികളും പല ഡീമോട്ടിവേഷനും വരും. നമ്മുടെ നാട്ടുകാരും റിലേഷനും ഒക്കെ അതിൻ്റെ ഒരു മെയിൻ ഭാഗമാണ്. ഒന്നിലും തളരരുത്, ഒന്നിനും ശ്രദ്ധ കൊടുക്കരുത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ തളർത്തുക. നമ്മൾ സക്സസ് ആകുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതങ്ങനെയാണ്, ഇതെന്നറിയില്ല, അങ്ങനെയാണ്. ബട്ട് അതിലൊന്നും ഫോക്കസ് ചെയ്യരുത്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ ഗോളിൽ മാത്രമായിരിക്കണം. അങ്ങനെ നിങ്ങൾ അത്രയും പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തെ മാത്രം നോക്കി പോകുമ്പോൾ ഈ നെഗറ്റീവ്സൊക്കെ നമ്മളിൽ നിന്ന് നമ്മളൊന്നും ചെയ്യാതെ തന്നെ മാറിപ്പോകും. നമ്പർ 7, ഫർഗീവ്നെസ്. നമ്മൾ ക്ഷമിച്ചു കൊടുക്കും. കാരണം നമ്മൾ ക്ഷമിക്കുന്നത് അവരെ അയ്യോ അവരെന്നോട് ഇത്രയും ചെയ്തു അങ്ങനെയൊന്നും ചിന്തിക്കണം. നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ സമാധാനത്തിനും നമ്മുടെ സക്സസിനും വേണ്ടി. ആരെന്ത് ദ്രോഹം ചെയ്തോട്ടെ പുറത്തു കൊടുക്കുക. നമ്മൾ മനസ്സിൽ അവരെ വെറുക്കണ്ട, ശപിക്കണ്ട. അതെല്ലാം നമ്മുടെ ജോലിയല്ല, അതെല്ലാം ഈ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. അത് യൂണിവേഴ്സ് നോക്കിക്കൊള്ളും. നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ്, സക്സസ്സാണ് വലുത്. സോ ആര് നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്താലും ഫർഗീവ് ചെയ്യുക, ശാന്തമാവുക. അവർക്കുള്ളത് അവർക്ക് കിട്ടിക്കൊള്ളും. നമ്മളെ അത്രയും ദ്രോഹിച്ചവർക്ക് വേണ്ടി നമ്മുടെ ഒരു നിമിഷമോ നമ്മുടെ 1% എനർജിയോ വേസ്റ്റ് ചെയ്യരുത്. നമ്പർ 8, സൗണ്ട് ഹീലിംഗ്. സൗണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട്, അതിപ്പോൾ മെലഡി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹൈ വൈബ്രേഷൻ മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമായിക്കോട്ടെ, എന്താച്ചാ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ഡെയിലി കുറച്ച് ടൈമെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ വൈബ്രേഷനെ ഇൻക്രീസ് ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. സോ ഡെയിലി നിങ്ങൾ അതിന് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ച് മ്യൂസിക് കേൾക്കുക. നമ്പർ 9, സെൽഫ് ലവ്. തീർച്ചയായിട്ടും എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇതെന്താ സെൽഫ് ലവ്, ഇത് സെൽഫിഷ് അല്ലേ, അങ്ങനെയൊക്കെ തോന്നും. അത് അറിഞ്ഞുകൂടാത്തവർ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളോടാണ്. സോ നമ്മളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹവും സന്തോഷവും ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ആ സന്തോഷം സ്പ്രെഡ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈമെങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുക. അത് തന്നെയാണ് സെൽഫ് ലവ്. അപ്പോൾ ഈ ടിപ്സ് എല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഈ വൈബ്രേഷനൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോഴേ നമുക്കെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടും സന്തോഷമായിട്ടും ഇരുന്നാലേ അത് തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഇപ്പോൾ ഇങ്ങനെയെല്ലാം പറയുന്നല്ലോ, നീ എന്ത് നേടി എന്നൊക്കെ. ഈ സന്തോഷവും പോസിറ്റിവിറ്റിയും സമാധാനവും എല്ലാവരെയും കുറിച്ച് നല്ലത് ചിന്തിക്കാൻ കഴിയുന്നതന്നെ ഒരു അച്ചീവ്മെൻ്റ് അല്ലേ. ഈ പറയുന്നവർക്ക് അത് മനസ്സിലാവില്ല. സോ അത് പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.